ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الإخوان والأخوات أوصيكم بنفسي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. يرثني ويرث من آل يعقوب واجعله ربي رضيا. സ്നേഹമുള്ള മുഅ്മിനുകളായ സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ്, ശക്തമായ ഭാഷയിൽ വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വസിയ്യത്ത് യഥാവിധി ജീവിതത്തിൽ പുലർത്തി ജീവിച്ച് ഒരു മുത്തഖിയും മുഅ്മിനും മുഹ്സിനുമായി മരണപ്പെട്ടു പോവാനുള്ള തൗഫീഖ് തന്നു റബ്ബ് നമ്മെ ഓരോരുത്തരെയും തുണക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഖുർആനിലെ ഒരുപാട് നബിമാരുടെ പരിചയപ്പെടുത്തുന്ന കൂട്ടത്തിൽ അവരുടെ കുടുംബ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായി വാപ്പയും മക്കളും, രക്ഷിതാക്കളും മക്കളും എന്ന ഒരു പ്രധാന തലം കടന്നു വരുന്നതായി ആ ചരിത്ര സംഭവങ്ങളിലെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ സക്കരിയ നബി അലൈഹിസ്സലാമയുടെ ചരിത്രങ്ങൾ വിശദീകരിക്കുന്നതിനിടക്കുള്ള ഒരു ചെറിയ വചനമാണ്, ഒരു വാക്കാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. സക്കരിയ നബി അലൈഹിസ്സലാം തന്റെ മകൻ യഹ്യ നബി അലൈഹിസ്സലാം ജനിക്കുന്നതിന് മുമ്പ് ഒരു മകൻ പിറന്നു കിട്ടിയിരുന്നെങ്കിൽ എന്നൊരാഗ്രഹം മുൻനിർത്തി അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയുടെ ഒരു ചെറിയ ഭാഗം. മക്കളെ നൽകുന്നത് അള്ളാഹുവിന്റെ ഇച്ഛക്കനുസരിച്ചാണ്.
ഞാൻ ഓതിയ സൂറത്ത് മറിയം എന്നാണ് ആ സൂറയുടെ പേര്. മറിയം സൂറത്തിന്റെ ആദ്യ ഭാഗമാണ് സക്കരിയ നബി അലൈഹിസ്സലാമയുടെ പ്രാർത്ഥനകളെല്ലാം വരുന്നത്. ഇദ്ദേഹത്തിന് വാർദ്ധക്യ സഹജമായ അവസ്ഥയിലെത്തിയിട്ടും മക്കളുണ്ടായിട്ടില്ല. പക്ഷെ സൂറത്തിന്റെ പേര് സൂറത്ത് മറിയം എന്നുമാണ്. മറിയം ബീവി അലൈഹിസ്സലാമയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആഗ്രഹിക്കാതിരുന്നിട്ടും ഒരു മകനെ അവർക്ക് ലഭിക്കുന്നു. മറിയം ബീവി അലൈഹിസ്സലാമക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈസ അലൈഹിസ്സലാമയെ കൊടുക്കുകയാണ്. ആഗ്രഹിക്കുന്ന ആളുകൾക്ക് കിട്ടാതെ പോവുകയും ആഗ്രഹിക്കാത്ത വിധം തന്നെ ലഭിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ. അങ്ങനെ ഈ മറിയം ബീവി ഇങ്ങനെ വളരുന്നത് കണ്ടപ്പോ ഒരു കുട്ടി ഉണ്ടായിരുന്നെങ്കിലെന്ന് മോഹിച്ചുകൊണ്ട് സക്കരിയ നബി അലൈഹിസ്സലാം അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്നു. ഇതിനാദാ റബ്ബഹു നിദാഅൻ ഖഫിയ. വളരെ സ്വകാര്യമായി മനസ്സിന്റെ നൊമ്പരങ്ങൾ ഇങ്ങനെ അള്ളാഹുവിന്റെ മുമ്പിൽ ഇങ്ങനെ ഉയരുകയാണ്. അവിടെ ആദ്യം അള്ളാഹു പറയുന്നത്, അള്ളാഹുവോട് അദ്ദേഹം ആവശ്യപ്പെടുന്നത് ഖാല റബ്ബി ഇന്നി വഹനൽ അൽമു മിന്നി വസ്തഅറ റഅസു ശൈബ. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത് മുഖ്യ പ്രമേയത്തിൽ മറിയം ബീവി വരികയും ആദ്യ ഭാഗത്ത് സക്കരിയ അലൈഹിസ്സലാം കടന്നു വരുമ്പോ എന്തിനാണ് മക്കൾ എന്നതുമായി ബന്ധപ്പെടുത്തി നമ്മുടെ കാഴ്ചപ്പാട് എങ്ങനെയായിരിക്കണം എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു ഭാഗം നമുക്ക് ഇവിടുന്ന് പഠിക്കാനുണ്ട്. പ്രത്യേകിച്ച് നമ്മളൊരു വെക്കേഷൻ മൂഡിലാണ്. നമുക്ക് വെക്കേഷൻ ഇല്ലെങ്കിലും നമ്മുടെ മക്കളും പേരമക്കളും ഒക്കെയായി ഒരു പ്രത്യേകമായ ഒരു ബഹളമയമായ ഒരു അന്തരീക്ഷം നമ്മുടെ വീടുകളിൽ ഉണ്ടാകുന്ന ഒരു സമയമാണല്ലോ. നമ്മളൊക്കെ മക്കൾ എന്ന കാറ്റഗറി എങ്ങനെയാണ് പരിചയപ്പെടുന്നത്? ആ മക്കളെ കുറിച്ച് നമ്മൾ എങ്ങനെയാണ് സ്വപ്നം കാണുന്നത്? ഇസ്ലാമികമായി വലിയൊരു ചോദ്യമാണത്. ഈ ലോകത്തെ മുഴുവൻ മനുഷ്യരും നമ്മുടെ തീരുമാനപ്രകാരമല്ലല്ലോ ഇവിടെ വന്നത്. അങ്ങനെ നമ്മൾ ജീവിതത്തിലേക്ക് വന്നവരല്ല. നമുക്ക് ഉപ്പാനെ കിട്ടിയതോ ഉമ്മാനെ കിട്ടിയതോ നമ്മുടെ വിവാഹശേഷം നമുക്ക് നമ്മുടെ മക്കളെ കിട്ടിയതൊന്നും നമ്മുടെ ഇഷ്ടപ്രകാരമല്ല. എനിക്ക് തോന്നണത് നമ്മുടെ ഇഷ്ടം എന്നതിനേക്കാൾ അപ്പുറത്താണ് അള്ളാഹുവിന്റെ വിധിയാണ്. എന്നാലും നമുക്ക് സെലക്ട് ചെയ്യാൻ തെരഞ്ഞെടുപ്പിനുള്ള ഒരേ ഒരു അവസരം ആരുള്ളൂ, നമ്മുടെ കുടുംബങ്ങളെ അഥവാ ഇണകളെ തെരഞ്ഞെടുക്കാൻ ഒരു സ്വാതന്ത്ര്യം ഒഴിച്ച് ബാക്കിയൊന്നും നമ്മുടെ തീരുമാനപ്രകാരമല്ല. അവിടെയാണ് രക്ഷിതാക്കൾ എന്ന നിലയിൽ സക്കരിയ അലൈഹിസ്സലാമയുടെ ഈ പ്രാർത്ഥന വളരെ പ്രസക്തമാണ് എന്ന് പറയുന്നതിന്റെ ഒരു ചുരുക്കം വരുന്നത്. അദ്ദേഹം അള്ളാഹുവിന്റെ മുമ്പില് തന്റെ ദുർബലാവസ്ഥ വിശദീകരിക്കുകയാണ്. പടച്ചോനെ, ഞാൻ ദുർബലാവസ്ഥയുടെ പാരമ്പര്യയിലാണ്. ഇന്നി വഹനൽ അൽമു മിന്നി വസ്തഅല റഅസു ശൈബ. എല്ലൊക്കെ ആകെ ഒരുമിച്ചു പോയിട്ടുണ്ട്. എന്റെ തല ആകെ നരച്ചു പോയിട്ടുണ്ട്. എന്റെ ഇണയാവട്ടെ അവള് അവളാകെ ഈ പ്രസവശേഷി നഷ്ടപ്പെട്ട് പോയവളായിട്ടുണ്ട്. ഞാനിപ്പോ ഒരവസ്ഥ എന്താന്ന് ചോദിച്ചാൽ ഞാൻ എങ്ങനെയാണെങ്കിലും റബ്ബേ, ഞാൻ ഇത് ചുരുക്ക പറയുന്നു കേട്ടോ, നിങ്ങൾക്കറിയാം, പ്രതീക്ഷാപൂർവം നിന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യം എന്താ അറിയാം? എനിക്ക് ശേഷം ഒരു മിത്രമായി എന്റെ തുടർച്ചയായി ഒരു കുട്ടിയില്ലാതെ പോകുന്നു എന്നത് ഞാൻ ഭയപ്പെടുന്നു റബ്ബേ. പ്രിയപ്പെട്ടവരെ, ഞാൻ പേടിക്കുന്നു എന്ന് സക്കരിയ അലൈഹിസ്സലാം പറയാം. എന്റെ ഒരു പിൻഗാമിയായി എനിക്കൊരു കുട്ടിയില്ലല്ലോ. ഇത് പറയുന്നത് നമുക്കൊക്കെ പേടി തന്നെയാണ്. മക്കളില്ലാതെ പോയാൽ പേടിയാണ്, ഒരു അസ്വസ്ഥതയാണ്. അത് ആരോട് ചോദിക്കണം എന്നറിയാം? മക്കളില്ലാത്ത ഒരാളോട് ചോദിച്ചാൽ അതറിയാം. വിവാഹം കഴിഞ്ഞ് വർഷങ്ങളായിട്ട് ഒരു കുഞ്ഞിക്കാല് കാണാൻ സൗഭാഗ്യം കിട്ടാത്ത ആളുകളോട് ഒന്ന് അവരുടെ മാനസികാവസ്ഥയും അവരുടെ ബോഡി ലാംഗ്വേജും നമ്മൾ ശരിക്കും നോക്കിയാൽ അറിയും മക്കളെന്ന അനുഗ്രഹത്തിന്റെ മൂല്യം എത്രയാണ്.
നമുക്കൊക്കെ ഒരു 4, 5, 3 കുട്ടികൾ ഉണ്ടാവുകൊണ്ട് ഒരുപക്ഷെ നമുക്ക് അതിന്റെ വില അറിഞ്ഞുകൊള്ളണമെന്നില്ല. ഈ മക്കളില്ലാത്ത ആളുകള് ഈ ചെറിയ മക്കളൊക്കെ കണ്ടാൽ അവർ പുഞ്ചിക്കുന്നത് കണ്ടിട്ടുണ്ടോ, കളിപ്പിക്കുന്നത് കണ്ടിട്ടുണ്ടോ? എന്തോ ഒരു സ്നേഹമായിരിക്കും അറിയാം. നമ്മൾ തന്നെ ആശിച്ചു അവർക്കൊരു കുട്ടിയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്തുമാത്രം സ്നേഹം ഉണ്ടാകുമായിരുന്നു എന്നുള്ളതാണ്. നമ്മളും അങ്ങനെ, നമുക്കില്ലായിരുന്നെങ്കിൽ നമ്മളും അങ്ങനെ തന്നെ ആകായിരുന്നത്. രണ്ട് മാനസികാവസ്ഥയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ സൂചിപ്പിച്ചത് കുടുംബ ജീവിതത്തിൽ കിട്ടുന്ന മക്കൾ എല്ലാവർക്കും കൺകുളിർമയാണ്. മക്കളെ കാണുമ്പോ ആ മക്കൾ നമ്മിൽ ഉണ്ടാവുന്ന നിർവൃതി ഉണ്ടല്ലോ, അതൊരു കുളിർമയാണ്. ആ മക്കൾ വളർന്നു വരുമ്പോ അവർ വിശ്വാസ രംഗത്ത് നന്നായി തീരുമ്പോ അവരുടെ നേട്ടങ്ങൾക്ക് അവർക്ക് വിജയങ്ങൾ ഉണ്ടാവുമ്പോ അതൊക്കെ നമുക്കൊരു പറഞ്ഞറിയിക്കാൻ കഴിയാത്ത നിർവൃതിയാണ്. അതില്ലാത്തൊരവസ്ഥയെ നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ആ അവസ്ഥയാണ് സക്കരിയ നബി അലൈഹിസ്സലാം അള്ളാഹുവോട് പ്രാർത്ഥനയായി വെക്കുന്നത്. എന്ന് പറയുന്നത്, പഠിച്ചോനെ ഒരു കുട്ടിയില്ലാതെ പോകുന്നതിന് ഞാൻ ഭയങ്കര ഒരു അസ്വസ്ഥനാണ്. അതുകൊണ്ട് എനിക്കൊരു നല്ല ഒരു വലിയനെ തരണം എന്ന് വെച്ചാൽ, മക്കൾ ജനിക്കുന്നതിന് മുമ്പ് നമ്മൾ നടത്തേണ്ടുന്ന പ്രാർത്ഥന അള്ളാഹു നമ്മളെ പഠിപ്പിച്ചില്ല. നമ്മൾ സാധാരണ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പോഴൊക്കെ നമ്മളെല്ലാവരും ഇപ്പൊ നമസ്കാരം കഴിഞ്ഞാൽ തന്നെ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ആദ്യം വരിക. സത്യത്തിൽ നമ്മുടെ മക്കൾ നമുക്ക് ഉപകാരപ്പെടണമെങ്കിൽ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി എന്ത് ചോദിക്കുകയാണെങ്കിലും ഉപ്പാക്കും ഉമ്മാക്കും ചോദിച്ചിട്ടാണ് അവിടെ ചോദിക്കേണ്ടത് എന്നാണ്. അപ്പോഴാണ് ഇത് ഉപകാരപ്പെടുള്ളൂ എന്നാണ്. അപ്പോൾ നമ്മള് അതൊക്കെ രണ്ടാമതായിരിക്കും ഒരു പക്ഷെ വരിക. എല്ലാം നമ്മളെ മക്കളുടെ മുമ്പിലായി കാണുമ്പോ എനിക്കൊരാത്മമിത്രമായി അടുപ്പക്കാരനായി ഒരാളെ തരണം. എന്തിനാണ് മകൻ, എന്തിനാണ് മക്കൾ? പ്രിയപ്പെട്ടവരെ, ഈ സന്ദർഭത്തിൽ ഇരുന്ന് ചിന്തിക്കണം എന്നുള്ള നിലക്കാണ് ഞാൻ ഈ ഒരു അവസ്ഥയെ കുറിച്ച് ഞാൻ എന്നോടും ആയിട്ട് സംസാരിക്കുന്ന ഒരു സംസാരം പോലെ തന്നെയാണ് പറയുന്നത്. ഇദ്ദേഹം മക്കളെ വേണം എന്ന് പറയുന്നിടത്ത് പറഞ്ഞൊരു വാക്കെന്നറിയോ? രണ്ട് പാർട്ട് ഉണ്ട്. ഒന്ന് യരിസുനി വയരിസു മിന്നാലി യാഖൂബ്. രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പടച്ചവനെ അവൻ എന്നെ അനന്തരമെടുക്കണം. യാക്കൂബിന്റെ കുടുംബത്തെ അവൻ എന്ത് ചെയ്യണം? അവരെയും അനന്തരമെടുക്കണം. യാക്കൂബ് അലൈഹിസ്സലാം ഒരു ക്ലാസ്സിന് മുമ്പ് ഒരു ഖുതുബയിൽ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. ആരാണ് യാക്കൂബ് അലൈഹിസ്സലാമയുടെ കുടുംബം? ഇസ്രായേലിയരാണ്. ഇസ്രായേൽ എന്ന പദം ഹിബ്രു പദമാണ്. ഇസ്ർ എന്ന് പറഞ്ഞാൽ അടിമ, ഈൽ എന്ന് പറഞ്ഞാൽ ഇലാഹ് അഥവാ അല്ലാഹു. ശരിക്കും അബ്ദുള്ള എന്നാണ് പദത്തിന്റെ അർത്ഥം. അതാണ് ഇസ്രായേലിയർ എന്ന് പറയുന്നത്. 12 മക്കളാണ്. അവരുടെ ആ കുടുംബത്തിന്റെ പാരമ്പര്യം ഏറ്റെടുക്കാൻ കഴിയണം. അങ്ങനത്തെ ഒരു പ്രാർത്ഥന ഇതുവരെ ഈ കുടുംബത്തിൽ നബിമാര് ചെയ്തു വന്ന പണി ചെയ്യാൻ പറ്റുന്ന ഒരാളെ വേണം. അവനെ നീയും തൃപ്തിപ്പെടണം, അങ്ങോട്ടും തൃപ്തി വരണം. യരിസുനി, ആ പദത്തിൽ നിന്നാണ് നമ്മൾ തുടങ്ങേണ്ടത്. ഞാൻ സൂചിപ്പിക്കുന്നത്, നമ്മൾ നമ്മുടെ മക്കളോട് ഒന്നിച്ച് ജീവിക്കുന്ന ഈ കാലഘട്ടം നമ്മുടെ ചെറുപ്പത്തിലുള്ള കാലമല്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, 2000-ന് മുതൽ ഒരു 70-80 കാലഘട്ടവും 2000-ന് ശേഷമുള്ള ഈ 2 തലമുറയുണ്ടല്ലോ. നമ്മുടെയൊക്കെ ചെറുപ്പങ്ങൾ ആലോചിച്ച് നോക്കും. നമ്മൾക്ക് അറിയാം, നമ്മളെ നോക്കാൻ ആരും ഉണ്ടാവില്ല. സ്കൂളിക്ക് വാഹനങ്ങളില്ല. ഇവൻ എങ്ങനെ പോയാലും വൈകുന്നേരം ഇവിടേക്ക് വരും, അല്ലെ? ഇന്ന് അങ്ങനെ അല്ലല്ലോ. ഇന്ന് നമുക്ക് ഭയങ്കര ഭയപ്പാടാണ്. ആ 2 പടങ്ങൾ ചേർത്തി വായിക്കട്ടെ. നമ്മുടെ മക്കൾ വളരുന്നതും പിന്നെ നമ്മൾ വളർന്ന 2 ചുറ്റുപാടുകളുണ്ട്. ആദരണീയനായ സംസ്ഥാനത്തിന്റെ വളരെ ഉയർന്ന തലത്തിലിരിക്കുന്ന ഭരണാധികാരി പറഞ്ഞത്, ഈ തലമുറയെ നമ്മൾ തന്നെ ഭയപ്പെടുന്നത് മറ്റൊരു കോലത്തിലാണ്. വാഹനത്തിലേക്ക് നമ്മൾ കയറ്റിവിടുന്നു, സ്കൂളിലെത്തുന്നു, അതേ തിരിച്ചു സ്കൂളിൽ നിന്ന് വാഹനത്തിലെത്തുന്നു, ആ വാഹനത്തിൽ നിന്ന് വീട്ടിലിറങ്ങുന്നു. പൊതുസമൂഹമായിട്ടോ ആരുമായിട്ടും യാതൊരു ബന്ധവുമില്ലാത്തൊരു തലമുറ വളർന്നു വരുമ്പോ ആ തലമുറ എങ്ങനെ ആയിത്തീരുമെന്ന ആശങ്ക ഭരണാധികാരികൾ കൂടി പങ്കുവെക്കുന്നുണ്ട്.
പക്ഷെ വേറൊരു കാര്യം കൂടെ, നിയമപാലകരിൽ ആ രംഗം ഇങ്ങനെ പറയുമ്പോ ഭരണകൂടങ്ങൾ അപ്പുറത്ത് ജുഡീഷ്യറിയിൽ നിന്ന് വരുന്ന കുറെ സംഗതികൾ ഉണ്ടല്ലോ. അപ്പൊ അടുത്ത കാലത്തൊക്കെ വന്ന കുടുംബവുമായി ബന്ധപ്പെട്ട കുറെ ജഡ്ജ്മെന്റുകൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയോ? ആ ജഡ്ജ്മെന്റുകളൊക്കെ ശ്രദ്ധിച്ചു നോക്കി. എങ്ങനെ ജീവിച്ചാലും പ്രശ്നമല്ല, അതൊന്നും പ്രശ്നമാക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അഴിച്ചുവിടുന്ന ഒരു രംഗം ഒരു ഭാഗത്തുണ്ട്. ഞാനത് മുഴുവൻ പറയല്ല, ആ സൂചന നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിന്റെ ഇടയിൽ നിന്നിട്ടാണ് നമ്മൾ ഒരു വാക്ക് കൂടി ആലോചിക്കേണ്ടത്. യരിസുനി എന്ന വാക്ക്, എന്നെ അനന്തരമെടുക്കണം. ആലോചിച്ചു നോക്കൂ, എന്റെ മക്കൾ എന്നെ പോലെ ആയാൽ മതി എന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയോ? റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അയുൻ, വാക്കുകൾ നല്ലപോലെ ശ്രദ്ധിക്കണം. വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. നമ്മിൽ എത്ര പേർക്ക് കഴിയും എന്റെ കുട്ടി എന്റെ പോലെ ആയാൽ മതി പടച്ചോനെ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നുണ്ടോ? അവിടെയാണ് യരിസുനി എന്ന പദത്തിന്റെ അർത്ഥം, എന്നെ അനന്തരമെടുക്കണം. മക്കൾ വ്യത്യസ്തമാണ്, നമ്മളും മക്കളാണ് അല്ലേ? മികച്ച മക്കളുടെ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ട പ്രധാന ലോക സാഹചര്യത്തിലാണ് നമ്മൾ ഉള്ളത്. വ്യക്തിപരമായി നമ്മുടെ ജീവിത സാഹചര്യത്തെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മുടെ ബർസഖും നമ്മുടെ ആഖിറവും അതോ പരലോക വിഷയവുമായി ബന്ധപ്പെട്ടതാണ് നമ്മുടെ മക്കൾ. ഒരാൾ മരിച്ചാൽ അയാളുടെ എല്ലാ അമലുകളും അവസാനിക്കും, എന്നാൽ മക്കളിലൂടെ തുടരുന്നതുണ്ടാവും. ഒരാൾ മരിച്ചാൽ മൂന്ന് കാര്യങ്ങളെ അവസാനിക്കുള്ളൂ. അതിൽ ഒരെണ്ണം ഏതാണ്? വലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു, നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ ഒരു കുട്ടീനെ. ഇങ്ങനെ ആഗ്രഹിക്കുന്ന എത്ര വാപ്പാരുണ്ട്? നമ്മൾ മരിച്ചാൽ നമ്മുടെ ജനാസയുടെ പിന്നിൽ നിന്നുകൊണ്ട് മയ്യിത്ത് നമസ്കരിക്കാൻ, ജനാസ നമസ്കരിക്കാൻ കൃത്യമായി പ്രാർത്ഥനകൾ അറിയുന്ന നമുക്ക് മക്കളുണ്ടോ? നമ്മൾ ആർക്ക് വേണ്ടിയാ ജീവിക്കുന്നത്? അതൊരു പ്രസംഗത്തിന് പറയുന്ന വാക്കല്ലട്ടോ. നമ്മൾ ആർക്ക് വേണ്ടിയാ ജീവിക്കണമെന്ന് ചോദിച്ചാൽ അതിൽ ആദ്യത്തെ ഉത്തരം ഏതായിരിക്കും അറിയോ? എന്റെ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ അധ്വാനിക്കും. നമുക്ക് മാത്രമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ടെൻഷൻ പഠിക്കണ്ട, ഇഷ്ടം പോലെ പണം ഉണ്ട് കയ്യില്. അവിടെ അല്ലല്ലോ. ആ അധ്വാനം ഫലപ്പെടണമെങ്കിൽ എന്റെ ജനാസയുടെ മുമ്പിൽ നിന്നുകൊണ്ട് അല്ലാഹുമ്മ അഗ്ഫിർ ലഹു വർഹംഹു എന്ന് തെറ്റാതെ പറയാൻ എന്റെ രക്തത്തിന്റെ തുടർച്ചയായ എന്റെ മക്കൾക്ക് സാധിക്കുമോ? മക്കളുമായി ബന്ധപ്പെട്ട നമ്മുടെ സ്വപ്നം ഇഹലോകവുമായി മാത്രം ബന്ധപ്പെട്ടതാണോ? പരലോകവുമായി മാത്രം ബന്ധപ്പെട്ടതാണോ? പരലോകത്തെ മുൻനിർത്തി ഇഹലോകവും കൂടി കൂട്ടിച്ചേർത്തതാണോ? 3 ചോദ്യമുണ്ട് അവിടെ. ഇഹലോകം മാത്രമാണോ? പരലോകം മാത്രമാണോ? പരലോകത്തെ മുൻനിർത്തി ഇഹലോകം കൂടി കൂടിച്ചേർന്നതാണോ? മക്കളെ സംബന്ധിച്ചിടത്തോളം ഈ വെക്കേഷൻ കാലം 10 മാസക്കാലം ഈ മക്കളെ സംബന്ധിച്ചിടത്തോളം ദീനിയായിട്ട് വലിയ ബന്ധങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമായിരിക്കും. കാരണം എന്താ അറിയോ? പല മക്കളും വന്നിട്ട് വളരെ വ്യസനത്തോടു കൂടി പറയാറുണ്ട്, വെള്ളിയാഴ്ച പോലും ജുമുഅക്ക് പോകാൻ കഴിയാത്ത സ്ഥാപനങ്ങളിലാണ് ഞങ്ങൾ പഠിക്കുന്നത് എന്നാണ്. ചേർക്കുമ്പോഴൊക്കെ നമുക്ക് അങ്ങനത്തെ ഒരു ആഗ്രഹം ഉണ്ട്, അതൊക്കെ പോകാൻ സൗകര്യങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ്. വെള്ളിയാഴ്ച പോലും ജുമുഅക്ക് പോകാൻ കഴിയാത്ത, പങ്കെടുക്കാൻ കഴിയാത്ത 10 മാസക്കാലം നമ്മുടെ മക്കളുടെ മുമ്പിൽ ഒരുപക്ഷെ കഴിഞ്ഞു പോയിട്ടുണ്ടാകാം. എന്നാൽ ജീവിതത്തിന്റെ മൗലികമായ കാര്യങ്ങളെ കുറിച്ച് വലിയ ഗൗരവങ്ങളൊന്നും ഈ 10 മാസക്കാലം അവർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ എന്തൊക്കെ മൂല്യമാണോ ജീവിതത്തിന്റെ അസ്ഥിവാരമായി വരേണ്ടത് അതിന് വേണ്ടത്ര ഗൗരവങ്ങളില്ലാതെ പോയിട്ടുണ്ടെങ്കിൽ ഈ സമയം ഈ ഭാഗത്ത് നമ്മൾ ഒന്നുകൂടി ശ്രദ്ധിക്കണം. അല്ലാഹുവിലും പരലോക വിശ്വാസവും മൂല്യബോധവും മക്കളിൽ ഉണ്ടാക്കാനുള്ള അവസരമാണിത്. ഇത് നമ്മുടെ വീടകങ്ങളിൽ നിന്ന് നമ്മുടെ മക്കൾക്ക് കിട്ടണം. ഇങ്ങനെ നമ്മുടെ വീടകങ്ങളിൽ നിന്ന് നമ്മുടെ മക്കൾക്ക് കിട്ടണം. ഈ മദ്രസ വിദ്യാഭ്യാസത്തിന് ഒരു പരിമിതിയുണ്ട്, നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. 11-12 വയസ്സ് വരെയാണ് നമ്മുടെ മക്കൾക്ക് മദ്രസ വിദ്യാഭ്യാസം എന്ന് പറയുന്നതൊന്ന്. ഇവിടെ മദ്രസ എന്ന് പറയുന്നത് ഒരു വല്ലാത്തൊരു ഫീലാണ്. സമയമുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് പറയാം. ഈ 11 വയസ്സില് നമ്മൾ മദ്രസയിൽ നിന്ന് പോന്നിട്ട് ബുദ്ധിയും വിവേകവും കൂടി വരുമ്പോ
കൗമാരത്തിലെത്തുമ്പോ ആ വിദ്യാഭ്യാസ തുടർച്ച നൽകുക എന്നത് നമ്മുടെ ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം സാധ്യത കുറവാണ് എന്നതൊരു യാഥാർത്ഥ്യമാണ്. സ്ഥാപനങ്ങളുണ്ട്, ഉപയോഗപ്പെടുത്താൻ എന്ന് പറയുന്നത് വളരെ കുറവാണ്. മദ്രസ എന്ന് പറയുന്നത് തുടർച്ച കുറവാണ്. ഇസ്ലാം കാര്യം, ഈമാൻ കാര്യം അറിയും. പക്ഷേ അവൻ വളർന്നു വരുന്ന കാലം ഏതാണ്? അവൻ ഇടപെടുന്ന ഇടങ്ങളെ എവിടെയാണ്? പുറത്ത് നിൽക്കുന്ന പുറത്ത് നിലനിൽക്കുന്ന പൊതുബോധം എന്താണ്? നമ്മൾ ശരിക്കും ഇത് മൂന്ന് വായിക്കണം. അവിടെ ലിബറലിസത്തിന്റെ, യുക്തിവാദത്തിന്റെ, നിരീശ്വരവാദത്തിന്റെ കടന്നുകയറ്റം അതിശക്തമാണ്. എറണാകുളം അങ്ങാടിയിലല്ലേ വളരെ പ്രധാനപ്പെട്ട ഒരു കലാലയത്തില് കഴിഞ്ഞ അധ്യയന വർഷത്തിന്റെ തുടക്കത്തിൽ ബിരുദ ക്ലാസുകൾ തുടങ്ങുന്ന അന്ന് രാവിലെ ആ മക്കളെ സ്വീകരിച്ചതിന്റെ വലിയൊരു ചിത്രമുണ്ടായിരുന്നു. അത് പറയാൻ പറ്റുന്ന ഒരു സ്റ്റേജ് അല്ല ഇത്, സദസ്സല്ല ഇത്. ഇവിടെ ഞാൻ ആ ഒരു ചിത്രം നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്തി തന്നു എന്ന് മാത്രം. മക്കളെ സ്വീകരിക്കുന്നത് കലാലയങ്ങളുടെ ചിത്രങ്ങൾ എങ്ങനെയാണെന്നാണ്. അതാണ് പൊതുബോധത്തിൽ നിന്ന് വരുന്നത്. പ്രിയപ്പെട്ടവരെ, നബിന്റെ കാലത്ത് മദ്രസ അല്ലല്ലോ. അവിടുത്തെ മദ്രസ ഏതാണ്? നബിന്റെ കാലത്ത് മദ്രസ ഉണ്ടല്ലോ, വീടല്ലേ. ഇമാം ശാഫിഈ റഹിമഹുല്ലാ 7ാമത്തെ വയസ്സിൽ ഖുർആൻ മനപ്പാടമാക്കിയത് മദ്രസന്നല്ല. അതെവിടെ നിന്നാണ്? അത് വീട്ടിൽ നിന്നാണ്. ആകെ മദ്രസ എന്ന് പറഞ്ഞ എന്തുള്ളൂന്നറിയോ? ഒരു ചെറിയൊരു പ്രായം കഴിഞ്ഞാൽ ഒരു വളരെ എണ്ണപ്പെട്ട ദിവസം വലിയ ആലിമീങ്ങളുടെ കൂടെ അതപെടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നറിയോ? ഈ കുട്ടികളെ കൊണ്ട് താമസിപ്പിക്കും. ഇതല്ലാത്ത വേറൊരു മദ്രസകളില്ല. ഇതങ്ങനെ പറയാന്നുണ്ടെങ്കിൽ കുറെ പറയാനുണ്ടാവും. അവിടെയാണ് യരി സുനി എന്ന വാക്കിന്റെ പ്രസക്തി. എന്നെ അനന്തരം എടുക്കണമെന്ന് പറഞ്ഞാൽ അള്ളാഹുവും പരലോകവും മറ്റു അക്കാദമിക ഭാഗം മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മുടെ മക്കൾക്ക് ബോധ്യം വരണം. ഒരു അള്ളയുണ്ട്, ഒരു റസൂലുണ്ട്, ഒരു പരലോകമുണ്ട്. നമ്മുടെ ജീവിത വ്യവഹാരം കാണുമ്പോ, നമ്മുടെ ഇബാദത്തുകളോടുള്ള താല്പര്യം കാണുമ്പോ, നമ്മുടെ സാമ്പത്തിക ഇടപാടുകളിലെ ഹലാൽ ഹറാം ശ്രദ്ധ കാണുമ്പോ, മറ്റുള്ളവരുമായി നമ്മുടെ ഇടപെടലുകളിലെ ഇസ്ലാമിക മര്യാദകൾ കാണുമ്പോ, നമ്മുടെ മക്കൾക്ക് ദീനിനെ വായിക്കാനുള്ള അവസരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതാണ് വയ്യരി സുനി എന്ന് പറഞ്ഞാൽ. അത് ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളതാ. മദ്രസ പഠനം കൊണ്ട് മാത്രം മക്കൾ മതനിഷ്ഠയുള്ളവരാകും എന്ന് കരുതാൻ പാടില്ല. മറിച്ച് ജീവിത മാതൃകയാണ്. അതിന് ഞാനും നിങ്ങളും അള്ളാനോട് പ്രാർത്ഥിക്കണം. മക്കൾ ഉണ്ടാവുക എന്ന് പറയുന്ന ഒരു പണിയില്ലല്ലോ. പക്ഷെ ഇത് വളർന്ന് ഇത് ചൊവ്വായി കിട്ടണ്ടേ? അതിനാണ് ഈ അധ്വാനങ്ങൾ മുഴുവൻ. അതുകൊണ്ടാണ് ജീവിത നിഷ്ഠ വളരെ പ്രധാനമാണ്. സമയം നമ്മുടെ മുമ്പിൽ വളരെ ചുരുക്കമാണ്. ശൈഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ല പറയുന്ന ഒരു പദമുണ്ട്, അല്ലിമു ഔലാദകും അസ്സിദ്ഖ ബിൽ ഖൗലി വൽ ഫിഅൽ. നിങ്ങളുടെ മക്കളെ നിങ്ങൾ സത്യസന്ധതയെ പഠിപ്പിക്കണം. എങ്ങനെ അറിയോ? വാക്കിലൂടെ, കർമ്മങ്ങളിലൂടെ. വഇദാ ഹദ്ദസുഹും ഫലാ തക്ദിബു. നിങ്ങൾ അവരോട് വർത്തമാനം പറയുമ്പോ നിങ്ങൾ കളവ് പറയരുത്. വഇദാ വഅദ്തുഹും ഫലാ തുഖ്ലിഫു വഅദകും. നിങ്ങൾ അവരോട് വഅദ ചെയ്താൽ ആ വഅദ നിങ്ങൾ ലംഘിക്കരുത്. മറ്റൊരു വാക്കിൽ കാണാം, ലയകുൻ അവ്വല ഇസ്ലാഹക ലിവാലിദി. നിന്റെ മോനെ നീ നന്നാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇസ്ലാഹക ലിനഫ്സി, നീ ആദ്യം നന്നാവുക എന്നത് ബാധ്യതയാണ്. കാരണം ഫഇന്ന ഉയൂനുഹും മഅഖൂദതുൻ ബിക, അവരുടെ കണ്ണുകൾ നിന്നിലാണ് അവർ കെട്ടിയിടപ്പെട്ടിട്ടുള്ളത്. ഫൽഹസനു ഇൻദഹും മാ സനഅത, നീ ചെയ്യുന്നതാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത്തെ നന്മ. വൽ ഖബീഹു ഇൻദഹും, അവരുടെ അടുക്കലുള്ള ഏറ്റവും മോശപ്പെട്ട സംഗതി എന്ന് പറയുന്നത് നീ ഉപേക്ഷിക്കുന്നതാണ്. ശരിക്കും ആലോചിക്കുക, അത് മാത്രം ആലോചിച്ചാൽ മതി. അപ്പൊ ഒന്നാമത്തെ കാര്യം, നമ്മൾ ജീവിക്കുന്ന മാതൃകകളാവണം. വാപ്പിയും കുടുംബത്തിൽ ഈ വെക്കേഷനില് നമ്മുടെ മക്കൾക്ക് കിട്ടേണ്ടുന്ന ഒന്നാമത്തെ മെസ്സേജ് അതാണ്. രണ്ടാമത്തത്, മൗലിക പ്രമാണങ്ങളുമായി നമ്മുടെ മക്കളുടെ അവധിക്കാലത്ത് ഉപയോഗപ്പെടുത്തണം. മൗലിക പ്രമാണം എന്ന് പറയുന്നത് ഖുർആനാണ്. അതിന്റെ ബയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്, ഹദീസാണ്. ഇന്നതെവിടെയാ? പണ്ടൊക്കെ സന്ധ്യാസമയാകുമ്പോ വൈകുന്നേരങ്ങളിൽ മഅരിബ് നമസ്കാരം കഴിഞ്ഞിട്ട് യാസീനും
വാക്കയും തബാറക്കൊക്കെ ഓതുന്നൊരു അവസരങ്ങൾ ഉണ്ടായില്ലേ? നമ്മുടെയൊക്കെ ഈ തലമുറയിൽ നമ്മളടക്കം എത്ര പേർക്കും കാണാതെ സൂറത്തുകൾ അറിയും അല്ലെ? ഇന്ന് നിങ്ങൾ ശരിക്കും ആലോചിക്കുക, ചാനലുകൾ വിടുന്ന സംഗീതങ്ങൾ നമ്മുടെ വീടുകളിൽ നിറയുന്നുണ്ടോ? ഞാൻ ഈ പറഞ്ഞതിനർത്ഥം കേബിള് വേണ്ടെന്നോ അതല്ലെങ്കിൽ ഡിഷോ മൊബൈല് നെറ്റ് ഒന്നും വേണ്ടെന്നല്ല. നമുക്ക് വേണ്ടത് നഷ്ടപ്പെടരുത് എന്ന് ഓർമ്മപ്പെടുത്തിയതാണ്. മക്കളുടെ സ്വഭാവ രൂപീകരണത്തിന് സഹായകമാകുന്ന ചെറിയ ചെറിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളുടെ ഹദീസുകളുണ്ട്. അതിങ്ങനെ പറഞ്ഞു കൊടുക്കണം. എങ്ങനെ? എത്ര പ്രയാസകരാണെങ്കിലും സത്യ പറയാവൂട്ട. ഈ നല്ല മൽപിടുത്തക്കാരൻ എന്ന് പറഞ്ഞാൽ ഒരാളെ ഗുസ്തിയിലൂടെ തോൽപ്പിക്കലല്ല, മറിച്ച് നല്ല ദേഷ്യം വരുമ്പോ നമ്മുടെ മനസ്സിനെ പിടിച്ചു നിർത്തുന്നവരാണ്. ഇങ്ങനത്തെ കുറെ വാക്കുകളില്ലേ? ആ വാക്കുകളൊക്കെ മക്കളെ കേൾപ്പിക്കാൻ നമുക്ക് സാധിക്കുക എന്ന് പറയുന്നതാണ് വളരെ പ്രധാനം. ഇസ്ലാമിക് പേഴ്സണാലിറ്റി ആ മക്കളിൽ ഉണ്ടാക്കാൻ കഴിയാവുന്ന ചെറിയ ചെറിയ വാക്കുകൾ അവരെ പഠിപ്പിക്കണം. മാത്രമല്ല, നിത്യജീവിതത്തിലെ പ്രാർത്ഥനകൾ ശീലിപ്പിക്കാൻ നമ്മൾ ഈ സമയങ്ങളെ ഉപയോഗപ്പെടുത്തണം, അവധിക്കാലം ഉപയോഗപ്പെടുത്തണം. അതും നമ്മളിൽ നിന്ന് അവർക്ക് അനുഭവിക്കാൻ കഴിയണം. ഏറ്റവും ബർക്കത്തുള്ള വീട് ഏതാണെന്നറിയോ? ആ വീട് എങ്ങനെയാവും ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അടിസ്ഥാനം 3 കാര്യങ്ങളിലാണ്. 1, നമസ്കാരം നിലനിർത്തുന്ന വീട്. 2, ഖുർആൻ പഠിക്കുകയോ പഠിപ്പിക്കുകയോ ചെയ്യുന്ന വീട്. 3, വീട്ടിലുള്ള ആളുകൾ ഒരു നേരമെങ്കിലും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുന്ന വീട്. എന്തിനാന്ന് ചോദിച്ചാൽ ഈ ഒന്നിച്ചിരുന്ന് ആഹാരം കഴിക്കലുണ്ടല്ലോ, അതിൽ ഒരുപാട് അറബ് വാക്കുകളുണ്ട്, പറയാൻ നമുക്ക് സമയമല്ല. ഓരോ മര്യാദകൾ പറഞ്ഞു കൊടുക്കാൻ കഴിയും. ജീവിതാനുഭവങ്ങൾ ഒരുപാടുണ്ട് അവിടെ. അത് നമ്മൾ കൃത്യമായി നമ്മൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ മക്കളെ നിങ്ങൾ ചേർത്തി നിൽക്കുക. അൽസിം എന്ന് പറഞ്ഞാൽ വളരെ അടുപ്പിച്ചു നിർത്തുക, അകറ്റുപിടിയേ ചെയ്യരുതെന്ന, അടച്ചു പിടിക്കുക. എന്നിട്ട് അവർക്ക് അവരുടെ സംസ്കാരങ്ങളെ നന്നാക്കി കൊടുക്കുക എന്നാണ്. സഹോദരങ്ങളെ, അങ്ങനെ നമ്മൾ ആലോചിക്കുമ്പോ ഒരു വാപ്പ നൽകിയ ഉപദേശത്തിന്റെ പേരിൽ, ആ വാപ്പാന്റെ പേരിൽ തന്നെ ഖുർആനിലൊരു സൂറത്തില്ലേ, ഒരു പേജ് മുഴുവൻ ഉപ്പാന്റെ വർത്തമാന, സൂറത്തുൽ ലുഖ്മാൻ. പറയാൻ പറ്റുന്ന നേരം അത് മാത്രം ഓതിയാൽ മതി. നിങ്ങളൊക്കെ എത്ര മനോഹരമായിട്ടെന്നറിയോ ഇങ്ങനെ പറയണത്. ഈ വാപ്പ മക്കൾക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു. അള്ളാഹ് നമുക്ക് പറഞ്ഞു തരികയാണ്. അള്ളാഹ് പറഞ്ഞു തരുന്നത് യാ അബത്തി എന്ന് ഓരോന്ന് വിളിച്ച് വിളിച്ച് ആ ഉപ്പയുടെ വർത്തമാനങ്ങൾ അങ്ങനെ പോകുന്നു. അതുകൊണ്ട് എങ്ങനെ നടക്കണം, എന്ത് പറയണം, തലക്കനം കൊണ്ട് നടക്കല്ല മോനെ. അള്ളാനെ ബോധ്യം വരേണ്ടത് അള്ള എല്ലാം കൊണ്ടുവരും. അള്ളാന്റെ അടുത്ത് മറച്ചു വെക്കാൻ കഴിയില്ല മോനെ. അങ്ങനെ ദീനീ വിജ്ഞാനം നമ്മളിൽ നിന്ന് ലഭിക്കണം. അതിന് നമ്മൾ ഇനിയും മാറണ്ടേ. അവരെ ട്രാപ്പിലാക്കാൻ ശ്രമിക്കുന്ന ഒരു വലിയ കാലമാണത്. ഞാൻ പറഞ്ഞല്ലോ, കുടുംബഘടനയെ തകർക്കാനുള്ള ആഗോള ശ്രമങ്ങൾ നടക്കുമ്പോ അതിലാദ്യം തകർക്കുക ഏതാണെന്നറിയാമോ? അതിലാദ്യം തകർക്കുക ആ കുടുംബത്തിലെ സദാചാര ബോധത്തെയാണ്, ധാർമ്മിക ശേഷിയെയാണ്. അത് തകർക്കുന്നതോടുകൂടി ആ കുടുംബം തകർന്നോളൂ. പരസ്പര വിശ്വാസം എന്ന് പറയുന്ന ഒരു സംഗതി നഷ്ടപ്പെട്ടാൽ നമ്മുടെ കുടുംബ ജീവിതത്തിൽ പിന്നെ എന്ത് പ്രസക്തിയാ ഉണ്ടാവുക? അത് തകർക്കാനുള്ള ബോധശ്രമങ്ങൾ പല ഭാഗങ്ങളിൽ നടക്കുന്നു. ലൈംഗിക ആഭാസങ്ങൾക്ക് മനോഹരമായ പേരുകൾ നൽകി നിസ്സാരവൽക്കരിക്കുന്ന ഒരു കാലം അല്ലെ? കൂടുതൽ അശ്ലീലതകൾ നിറഞ്ഞ വാർത്താ ചാനലുകളാണ് ഒരു പക്ഷെ പലരും കൂടുതൽ ശ്രദ്ധിക്കുക. അതിനാണ് റൈറ്റ് കിട്ടുന്നത്. അടുത്ത കാലത്തെ ഓരോ വിധികൾ ഇതിലേക്ക് ചേർത്ത് വായിച്ചുള്ള സ്വന്തം ചാരിത്രത്തെ സൂക്ഷിക്കാൻ പഠിപ്പിക്കാത്ത വിദ്യാഭ്യാസത്തെ എങ്ങനെ വിദ്യാഭ്യാസം എന്ന് പറയാൻ കഴിയും? ഈ സാമൂഹ്യ സാഹചര്യത്തിൽ വളരാൻ വിധിക്കപ്പെട്ട നമ്മുടെ മക്കൾക്ക് ഇസ്ലാമിക സംസ്കാരം, മര്യാദകൾ നൽകേണ്ടത് നമ്മുടെ ബാധ്യതയാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് അത്തരം ഒരു പരിശീലനത്തിന്റെ കേന്ദ്രമായി ഈ വെക്കേഷൻ സമയത്ത് നമ്മുടെ വീടുകൾ മാറണം. നമ്മുടെ മക്കൾക്ക് അതോടൊപ്പം തന്നെ നല്ല കൂട്ടുകെട്ടോടു കൂടിയുള്ള വിനോദങ്ങൾക്ക് സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഉണ്ടാക്കി കൊടുക്കണം.
കളിച്ചു വളരാൻ അവസരം ലഭിക്കാത്ത മക്കൾ ഭാവിയിൽ സംഭവിക്കുന്നത് അവര് അന്തർമുഖികളായി പോകുന്നതാണ്. ഞാൻ വേഗത്തിൽ പറഞ്ഞു തരാന്ന് മാത്രമേ ഉള്ളൂ. കാരണം കളിച്ചു തന്നെ വളരണം. അതിനെന്ത് വേണമെന്നറിയാം? കളിച്ചു വളരാത്ത മക്കളുണ്ടല്ലോ, അവര് സാമൂഹ്യ വിരുദ്ധരായി തീരാനുള്ള സാധ്യത കൂടുതലാണ്. കളിക്കളങ്ങളിൽ നല്ല കൂട്ടുകെട്ടുകൾ ഉണ്ട് എന്ന് ഉറപ്പു വരുത്തിക്കൊണ്ട് ദീനും എല്ലാ ഭൗതികതയും തമ്മിൽ ഒന്ന് സമ്മിശ്രമാക്കി കൊണ്ടുപോകാനുള്ള ശ്രദ്ധ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം. അതുകൊണ്ട് തന്നെ അത്തരം ഒരേ കാര്യങ്ങളും ഇങ്ങനെ ശ്രദ്ധിച്ചു നോക്ക്. നമുക്ക് ഈ വെക്കേഷൻ സമയത്ത് കൂടുതൽ ഉപയോഗപ്പെടുത്താൻ കഴിയും. മലീമസമായി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ സാമൂഹ്യ വിരുദ്ധരായി പോകാതിരിക്കാനുള്ള ശ്രദ്ധ നമ്മുടെ ഭാഗത്തുനിന്ന് കൂടി ഉണ്ടാകണമെന്നാണ് ഞാൻ പ്രത്യേകം ഉണർത്തിയതാണ്. എന്നെ അനന്തരമെടുക്കണമെങ്കിൽ നമ്മളാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു റോള്. ആ റോൾ അത് മോഡലായി തീരണമെന്നാണ് അമ്പിയാക്കന്മാരുടെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത്. വളരെ ശ്രദ്ധയും കരുതലുകളും പ്രാർത്ഥനകളും കൂടുതൽ വേണ്ട ഒരു ഭാഗമാണിത് എന്ന് പ്രത്യേകം നമ്മൾ ഓർക്കണം. നമ്മൾ അതിന് ശ്രദ്ധിക്കണം. ആ നിലക്കുള്ളൊരു കൂട്ടായ്മ രൂപപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. റബ്ബുൽ ഇസ്സത്ത് നമ്മെ തുണക്കുമാറാവട്ടെ. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖിഹി നബിയിനാ മുഹമ്മദ് യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ളവരെ, അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അതിന് അല്ലാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ. സഹോദരങ്ങളെ, മദ്രസ, സ്കൂള്, പഴയ ഓത്തുപള്ളി എന്ന് പറയുമ്പോ തന്നെ മദ്രസ എന്ന് പറയുമ്പോ നമുക്കൊരു ഫീലാണ്. അതുകൊണ്ടാണ് പഴയ കാലത്ത് ആ ഒരു ആത്മബന്ധം ഉണ്ടായത് കൊണ്ട് തന്നെയാണ് ഓത്തുപള്ളികൾ എന്ന് പറയുന്നത് ഇത്രയും വൈറലായി പോകുന്നത്. കാരണം എന്താണ്? സ്കൂളിനേക്കാൾ ഹൃദ്യമായ ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് അവിടെ നിന്ന് കിട്ടിയിരിക്കും. സ്കൂൾ തലച്ചോറിനോട് സംവദിക്കുമ്പോ നമ്മുടെ മദ്രസ നമ്മുടെ ഹൃദയത്തോടായിരിക്കും സംവദിച്ചിട്ടുണ്ടാവുക. സ്കൂളിലെ അധ്യാപകര് പരമാവധി മാർക്ക് സ്കോർ ചെയ്യാൻ പ്രചോദിപ്പിക്കുമ്പോ മദ്രസയിലെ അധ്യാപകര് പരമാവധി ഹൃദിസ്ഥമാക്കാൻ, ജീവിതത്തിൽ അത് പ്രാക്ടീസ് ചെയ്യാനായിരിക്കും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടാകുക. അതുകൊണ്ടാണ് ആ പഠിപ്പിച്ചത് ഇന്നും മറക്കാതെ ജീവിതത്തിൽ ഇങ്ങനെ നിൽക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഒരു ഫീല് നമുക്കുണ്ട്. അവിടെ ഇങ്ങനെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചു കൊണ്ടുവരാൻ കുട്ടികള് ഫ്രീ ആകുമ്പോ രക്ഷിതാക്കളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് തിരക്ക് കൂടുകയാണ്, നമ്മുടെ ആശങ്കയും കൂടുന്ന സമയമാണ്. അതിനൊരൊറ്റ വഴിയേ ഉള്ളൂ: മക്കളെ ഗുണപ്രദമായ കാര്യങ്ങളിൽ എൻഗേജ് ചെയ്യിപ്പിക്കുക. എന്തെല്ലാം ഗുണപ്രദമായതുണ്ടോ അതിലെല്ലാം ഒന്ന് കൊളുത്തി കൊടുക്കുക. അങ്ങനെ ചെയ്യിപ്പിച്ചാൽ ഈ ഒഴിവ് സമയം കൊണ്ടുണ്ടാകുന്ന പല ദൂഷ്യങ്ങളിൽ നിന്നും നമ്മുടെ മക്കളെ രക്ഷപ്പെടുത്താൻ സാധിക്കും. വെറുതെ ഇരിക്കുന്നവന്റെ മനസ്സിനെയാണ് പിശാചിന്റെ വിളനിലമാക്കി മാറ്റാൻ ശ്രമിക്കുക. നിങ്ങൾ നോക്കിയേ, ചെറിയ കുട്ടികൾ, കരയുന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ ആ കുട്ടികളെ ആ വേറെ ഒന്നിലേക്ക് ശ്രദ്ധ തിരിച്ചാൽ ആ കരയുന്ന കുട്ടിയുടെ അവസ്ഥ മാറൂലേ? അവൻ വേറെ ചിരിക്കുമല്ലോ. വേറെ ഒന്നിലേക്ക് തിരിച്ചു വിടണം. ഈ വെക്കേഷൻ സമയത്ത് പ്രത്യേകമായ ക്ലാസ്സുകളുണ്ട്. അൽ വഹദ എന്ന പേരിൽ മുതിർന്ന നമ്മുടെ പെൺകുട്ടികൾക്ക് പീസ് സ്കൂളിൽ വെച്ച് 12 മുതൽ 14 വരെയുള്ള ഈ തീയതികളിൽ 3-4 ദിവസം അല്പം പണം കൊടുത്തുകൊണ്ട്, കാരണം അവരുടെ ഫുഡിന്റെ പണം കൂടി സ്വീകരിച്ചുകൊണ്ട് ഒരു റെസിഡൻഷ്യൽ ക്യാമ്പ് നടക്കുന്നുണ്ട്. നമ്മുടെ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ദീനി ക്ലാസ്സുകളിൽ നിർബന്ധമായും അവരെ പങ്കെടുപ്പിക്കണം. എന്തെന്ന് വെച്ചാൽ, നിർബന്ധം എന്ന് ഞാൻ പറയാൻ കാരണം, നമ്മളൊക്കെ നോക്ക്, നമ്മളല്ലാത്ത വേറെ ചില സമുദായങ്ങളുണ്ട്, നമ്മുടെ സഹോദര സമുദായങ്ങളിൽ. അവർക്കൊക്കെ വിവാഹം നടക്കണമെങ്കിൽ
അവരുടെ സഭകളിൽ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കും. അതിന് ഇത്ര കോഴ്സ് അവർ പൂർത്തിയാക്കിയിരിക്കണം എന്നുള്ളതാണ്. എന്നാലാണ് അച്ഛൻ ഫാദർ അതിന് സമ്മതിക്കുള്ളൂ. പിന്നെ മനസ്സമ്മതം എന്ന് പറയുന്ന പരിപാടി നടക്കുള്ളൂ. നമ്മുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ ഈ 10 വയസ്സിൽ നിന്ന് മദ്രസ വിട്ട് കഴിഞ്ഞാൽ പിന്നെ ദുനിയാവില് ദീൻ എന്ന് പറയുന്നതായിട്ട് ഈ കാണുന്ന ഭൗതികമായിട്ട് എന്തെങ്കിലും മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ മക്കളെ സംബന്ധിച്ചിടത്തോളം നമുക്കത് കുളിർമയായി തീരണമെങ്കിൽ കേൾപ്പിക്കേണ്ട സംഗതികൾ കൃത്യമായി കേൾപ്പിക്കണം. കൂടെ നമ്മുടെ ആൺമക്കളെ കൂടെ ഈ ഭാഗത്തേക്ക് കൊണ്ടുവരണം. കാരണം അവരുടെ ലോകം വേറെ ഒരു ലോകമാണ്. അത് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതൊക്കെ പിന്നെ നമ്മുടെ കൂടെ നിർത്തിക്കൊണ്ട് കൊണ്ടുപോകുക എന്നല്ലാതെ അതിന് വേറെ വഴികളിൽ അത് മുഴുവൻ പറയാൻ നമുക്ക് ഇവിടെ സമയങ്ങളില്ല. 7 വയസ്സ് വരെ കുഞ്ചിക്കളിപ്പിക്കണം. അടുത്ത 7 to 14 വരെ അവരെ കതബ് കൊടുക്കണം. അടുത്ത 14 to 21 വരെ 7 കൊല്ലം അവരെ നമ്മളെ കൂടെ നടത്തണം. എന്നിട്ട് എന്ത് ചെയ്യണം എന്നറിയാം, അവരെ പിന്നെ ഈ ദീനിയായ വഴികളിലൂടെ കൊണ്ടുപോകാൻ കഴിയും. അപ്പൊ നമ്മൾ ആരാന്നുള്ളത് അവർക്ക് കൂടി ദീൻ എന്താന്നൊക്കെ ബോധ്യപ്പെടുത്തിക്കൊള്ളും. അതുകൊണ്ട് അങ്ങനെ ഒഴിവ് സമയങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവരുടെ മനസ്സുകളെ കൊളുത്തിയിടാൻ ശ്രമിക്കണം. കൂടെ നമ്മൾ അവർക്ക് വേണ്ടി നിറഞ്ഞ മനസ്സോടെ പ്രാർത്ഥിക്കുകയും ചെയ്യണം. നമ്മുടെ പ്രാർത്ഥന തന്നെയാണ് ഏറ്റവും വലിയ കരുത്ത് എന്ന് നമ്മൾ തിരിച്ചറിയുക. അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുക. പ്രാർത്ഥനകളുണ്ട്. ഇൻഷാ അല്ലാഹ് വരും ദിവസങ്ങളിലൊക്കെ നമുക്കത് പഠിക്കുകയും ചെയ്യാം. നമ്മളുടെ അധ്വാനം മുഴുവൻ ഫലപ്പെടണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ സക്കരിയ നബി അലൈഹി സ്വലാമയുടെ പ്രാർത്ഥന കൂടി മനസ്സിൽ കണ്ടുകൊണ്ട് ജീവിക്കാനുള്ള ഒരു യോഗ്യത നേടി അധ്വാനിച്ചുകൊണ്ട് നീങ്ങണം. റബ്ബുൽ ഇസ്സത്ത് അവന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അവൻ നമുക്ക് സന്തോഷവും സമാധാനവും നൽകുന്ന ഒരു സാഹചര്യം റബ്ബ് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കളെ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് പിരിഞ്ഞുപോയ മാതാപിതാക്കളെ അള്ളാഹു ആദരിക്കുകയും അവർക്ക് മഅഫിറത്തും റഹ്മത്തും നൽകുകയും ചെയ്യുമാറാവട്ടെ. ജീവിച്ചിരിക്കുന്ന നമ്മുടെ മക്കളിൽ നിന്ന് അള്ളാഹു നമുക്ക് സന്തോഷവും കുളിർമയും ആനന്ദമുള്ള സാഹചര്യം തന്നെ നമ്മളെ തുണക്കുമാറാവട്ടെ. രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന നമ്മുടെ സഹോദരങ്ങളുടെ മക്കൾ പല ആളുകളും അവർക്കൊക്കെ അള്ളാഹു അവരുടെ രോഗത്തിൽ നിന്ന് ശിഫ നൽകി ആരോഗ്യവും സന്തോഷവുമുള്ള സാഹചര്യം കൊടുത്ത അള്ളാഹു അവരെയും നമ്മെയും തുണക്കുമാറാവട്ടെ. നമ്മുടെ കുടുംബ ജീവിതത്തിൽ കുളിർമയുള്ള അള്ളാഹുവിന് പൊരുത്തമുള്ള സാഹചര്യം തന്ന് അള്ളാഹു നമ്മെയും നമ്മുടെ കുടുംബത്തെയും തുണക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا إلا للذين آمنوا ربنا إنك رؤوف رحيم اللهم أجرنا من النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ونجنا من القوم الظالمين ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار واغفر لنا يا غافر المذنبين آمين برحمتك يا أرحم الراحمين اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين وسلام على المرسلين والحمد لله رب العالمين.